നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനകം തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്ന് വി.ഡി. സതീശൻ വലിയ വീമ്പൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഏതാണ്ട് 72 മണിക്കൂർ പിന്നിടുമ്പോഴും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാത്ത രീതിയിൽ അന്തഛിദ്രങ്ങളും പ്രശ്നങ്ങളും രൂക്ഷമാവുകയാണ് കോൺഗ്രസിൽ. വിഭാഗീയത മാത്രമല്ല കോൺഗ്രസിനെ ഇപ്പോൾ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. സീറ്റ് കിട്ടാത്തവരെല്ലാം വലിയ രീതിയിൽ പ്രശ്നവുമായി രംഗത്ത് വരുന്നു. എം.എൽ.എമാരെല്ലാം തന്നെ മത്സരിക്കണം എന്ന നിലപാടുള്ളപ്പോഴും അത് എൽദോസ് കുന്നപ്പള്ളി അടക്കം പുറത്താക്കിയത് വലിയ പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കാത്തത് കൊണ്ട് തന്നെ എൽദോസ് കുന്നപ്പള്ളിയെ മാറ്റി നിർത്തണം എന്ന ആവശ്യവുമായി ഷാഫി പറമ്പിലും രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ വി.ഡി. സതീശൻ അടക്കമുള്ളവർക്ക് എൽദോസ് കുന്നപ്പള്ളിയെ മത്സരിപ്പിക്കണമെന്ന താല്പര്യവുമുണ്ട്. എംപിമാരെല്ലാം മത്സരിക്കാൻ താല്പര്യം കൂട്ടുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കേന്ദ്രത്തിൽ BJP അധികാരത്തിലിരിക്കുന്നത് കൊണ്ടും ഇനി ഒരിക്കലും കോൺഗ്രസ് അവിടെ ഒരു അധികാരത്തിൽ വരാൻ ഒരു സാധ്യതയും കൽപ്പിക്കപ്പെടാത്തത് കൊണ്ടും കേന്ദ്രമന്ത്രിയാകാനുള്ള ഒരു സാധ്യതയുമില്ല. ജീവിതകാലം മുഴുവൻ എംപിമാരായി തുടരേണ്ടി വരും എന്നതാണ് സത്യം. എന്നാൽ കേരളത്തിൽ എംപിമാരായി പോയിരിക്കുന്ന എല്ലാവർക്കും MLA-മാരായി മത്സരിക്കണം എന്ന ആഗ്രഹമാണ് ഇപ്പോഴുള്ളത്. അതിന് കാരണം MLA-മാരായി മത്സരിച്ചാൽ ഇവരിൽ പലർക്കും മന്ത്രിസ്ഥാനം കിട്ടും, പ്രത്യേകിച്ച് ഷാഫി പറമ്പിലൊക്കെ ഇപ്പോൾ കെ സുധാകരനെ മുന്നിൽ വെച്ചാണ് കളിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കെ സുധാകരനും അടൂർ പ്രകാശും ഒരു തരത്തിലും ഇതുവരെ പാർട്ടിക്ക് വഴങ്ങുന്നില്ല. രണ്ടുപേരും മത്സരിക്കണമെന്ന നിലപാടിൽ തന്നെയാണ്. കെ സുധാകരന് നേരത്തെ കോൺഗ്രസ് വാഗ്ദാനം ചെയ്തതാണ് MLA ആയി മത്സരിപ്പിക്കാം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കെ സുധാകരൻ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇന്നലെ കേന്ദ്രത്തിലേക്കും എത്തിയിരുന്നു. കേന്ദ്രത്തിലും ഒന്നും സംഭവിക്കില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇനി എന്താണ് തീരുമാനം എന്ന് ഇനി അറിയാം. ഒരുപക്ഷെ കെ സുധാകരന്റെ അവസ്ഥ എങ്ങോട്ടാകും, അല്ലെങ്കിൽ ഒരുപക്ഷെ പാർട്ടി വിടുമോ എന്ന് പോലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അടൂർ പ്രകാശം സമാനമായ അവസ്ഥയിൽ തന്നെയാണുള്ളത്. എന്നാൽ സ്ഥാനാർത്ഥികളെ ഇതിനിടയിലും ഈ പ്രതിസന്ധിക്കിടയിലും കുറച്ച് സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചു. ഈ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചെങ്കിലും വലിയ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പോലും വലിയ പ്രതിസന്ധി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലയിടത്തും വ്യാപകമായ ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. അതിൽ പ്രധാനമായുമുള്ളത് ചിറയിൻകീഴാണ്. ചിറയിൻകീഴ് മണ്ഡലത്തിലേക്ക് രമ്യ ഹരിദാസിനെ കൊണ്ടുവന്നത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അവിടെയുള്ള പ്രവർത്തകർ, ചിറയിൻകീഴ് തന്നെ നിരവധി പ്രവർത്തകരുള്ളപ്പോൾ രമ്യ ഹരിദാസിനെ കോഴിക്കോട് നിന്നും ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നത് എന്തിനാണ്? പ്രത്യേകിച്ച് പാട്ടും പാടി നടന്ന് ഒരു പണിയും എടുക്കാത്ത ഒരാൾ, അങ്ങനെ മത്സരിച്ച് തോറ്റ ഒരാളെ എന്തിനാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നതെന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. അതുപോലെ തന്നെയാണ് പാലക്കാട് സീറ്റ്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടം വളരെ ഭംഗിയായി അവിടുത്തെ ജനങ്ങളെ കയ്യിലെടുത്ത് മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ്, അവിടെ ജയിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടം സ്ത്രീ വിഷയത്തിൽപ്പെടുന്നത്. അത് പാർട്ടിക്ക് ഉണ്ടാക്കിയ ഡാമേജ് ചെറുതല്ല. പാർട്ടി പുറത്താക്കി എന്നൊക്കെ പറഞ്ഞാലും ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടം പാർട്ടി വേദികളിലും പാർട്ടി MLA-മാരും MP-മാരും ഒക്കെ കാണുകയും സംസാരിക്കുകയും അവരുമായി ബന്ധം പുലർത്തുകയും താൻ കോൺഗ്രസ്സുകാരനാണെന്ന് നിരന്തരം പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തും രാഹുൽ മാങ്കൂട്ടത്തെ ഒതുക്കാനായി ശ്രീകണ്ഠൻ വന്ന് സംസാരിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. പാലക്കാട് സീറ്റ് രമേശ് പിഷാരടി, അതായത് ശോഭാ സുരേന്ദ്രനെ പോലൊരു നേതാവിന്റെ മുന്നിൽ നിൽക്കാനുള്ള കഴകത്തില്ലാത്ത ഒരാളാണ് രമേശ് പിഷാരടി എന്ന ആക്ഷേപമാണ് പ്രധാനമായും വരുന്നത്. കേരളത്തിലെ BJPക്ക് ആ സീറ്റ് നൽകി എന്ന് അണികളും പറയുന്നു. ഏതായാലും അല്ലെങ്കിലും പാലക്കാട് നിയോജക മണ്ഡലത്തിൽ വളരെ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരാൾ തന്നെയാണ് BJPയുടെ ശോഭാ സുരേന്ദ്രൻ. അതുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിലും ശോഭാ സുരേന്ദ്രൻ വിജയിക്കാനുള്ള സാധ്യതകളും ഏറെയാണ്. ഏതായാലും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വീമ്പിളക്കിയതൊന്നും നടന്നിട്ടില്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധ്യത. ഏതായാലും നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന MP-മാരുടെ പ്രശ്നം, അവരുടെ ഒരു വലിയ പ്രശ്നമാണ് നിയമസഭയിലേക്ക് മത്സരിക്കണമെന്നുള്ളത്. ആ കടുംപിടുത്തമാണ് നേതൃത്വത്തെ വലയ്ക്കുന്നത്. മാരത്തോൺ ചർച്ചകൾ ഇപ്പോൾ പല ഘട്ടങ്ങളിലായി നടത്തിക്കഴിഞ്ഞു. എങ്കിലും MP-മാരും കെ സുധാകരനും അടൂർ പ്രകാശം വഴങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതുകൊണ്ട് തന്നെ നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച MP-മാരെല്ലാം തന്നെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. ജി സുധാകരനോട് നിയമസഭയിൽ മത്സരിക്കേണ്ടെന്ന് സോണിയും രാഹുലും പറഞ്ഞിട്ടും ഒരു തരത്തിലും പിൻവാങ്ങുന്ന ലക്ഷണമില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതോടെ സുധാകരന്റെ മണ്ഡലത്തിലെയും അടൂർ പ്രകാശിന്റെ മണ്ഡലത്തിലെയും സീറ്റുകളെ സംബന്ധിച്ച തീരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നേയില്ല. സുധാകരന് സീറ്റ് നൽകുകയാണെങ്കിൽ തനിക്കും സീറ്റ് നൽകണമെന്ന് അടൂരും ശക്തമായി വാദിക്കുന്നുണ്ട്. പിന്നാലെ കൊടിക്കുന്നിൽ സുരേഷും രംഗത്ത് വന്നു. KC വേണുഗോപാൽ, MK രാഘവൻ, ഷാഫി പറമ്പിൽ എന്നിവർക്കെല്ലാം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ആഗ്രഹം ഉള്ളവരാണ്. എല്ലാവരും സുധാകരനെ മുന്നിൽ നിർത്തിയാണ് ഇപ്പോൾ പട നയിക്കുന്നത്. വിലപേശൽ നടത്തുന്നതും അങ്ങനെ തന്നെയാണ്. പീഡന കേസിലെ പ്രതി കൂടിയായിരുന്ന എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് നിഷേധിച്ചെന്ന വിവരം അത് പുറത്തു വരികയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എൽദോസ് കുന്നപ്പള്ളിയെ മത്സരിപ്പിക്കണമെന്ന് ഒരു വിഭാഗം ശക്തമായി വാദിക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടാത്ത സീറ്റ്
തീർച്ചയായും എൽദോസ് കുന്നപ്പള്ളിക്ക് വേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് ഷാഫി പറമ്പിൽ. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ പ്രതിസന്ധി കോൺഗ്രസിലുണ്ട് എന്നാണ്. കോൺഗ്രസ് ഭരണത്തിലേക്ക് എത്താൻ പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് കോൺഗ്രസ് പറയുമ്പോഴും സ്ഥാനാർത്ഥി നിർണയം പോലും കീറാമുട്ടിയാകുന്നു എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു.